കാലത്തെ നമ്മുടെ ഗുരുക്കന്മാർ ചില പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ ചെയ്തിരുന്ന കാര്യങ്ങളാണ്. ഇത് കേൾക്കുന്നവരിൽ ചിലർക്ക് ഇത് നിസ്സാരമായി തോന്നാം, എന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ചെറുതല്ല. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാശാൻ ഒരു പ്രാവശ്യം ഒരിടത്തോട്ട് അടി ഉണ്ടാകുന്ന സമയത്ത് തൊട്ടടുത്ത് നിന്ന് കമുകില്ല, നമ്മുടെ പാക്കൊക്കെ ഉണ്ടാകുന്ന കമുക്, അതിനിട്ട് കൈ കൊണ്ട് ഒറ്റ ഇടിക്കുന്നു, അല്ലെ അടി അടിക്കുന്നു. അടിച്ച സമയത്ത് ഒരു കൊല പാക്ക് താഴേക്ക് വീണു. ഇത് കണ്ടു നിൽക്കുന്ന ഒരാൾ ആശാനിട്ട് അടിക്കാൻ ചെല്ലുമോ? അവിടെ ആശാൻ അടി ഒഴിവാക്കാൻ ചെയ്ത മാർഗ്ഗമാണ് ഈ പാക്ക് താഴെ വീഴിക്കുക എന്നുള്ളത്. ഇങ്ങനെ പല തന്ത്രങ്ങളും പണ്ടും ഉണ്ടായിരുന്നു. വളരെ നിസ്സാരമായിരിക്കാം. ഇപ്പോൾ പാക്കിടുന്നത് നിസ്സാരമല്ല, കാരണം അതിന് നല്ല പ്രാക്ടീസ് വേണം, കൈ നല്ല സ്ട്രോങ് ആയിരിക്കണം. അത് പ്രാക്ടീസ് എടുത്താൽ മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കമുകിൻ്റെ വലിപ്പം, പാക്ക് കിടക്കുന്ന രീതി, പഴുത്താണ് പച്ചയാണ് വീഴില്ല, അങ്ങനെ കുറച്ചേറെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. അവിടെ നമുക്ക് വർക്ക് ചെയ്യുന്ന ഒരു ബുദ്ധിയാണ് മാർഷൽ ആർട്ട് എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ഒരു പ്രാവശ്യം ആശാനിട്ട് അടിക്കാനുണ്ടായ സമയത്ത് ആശാൻ പറഞ്ഞു, 1 മിനിറ്റ് ഒരല്പം എള്ള് കൊണ്ടുവരാൻ പറഞ്ഞു. ആ എള്ള് അദ്ദേഹം കയ്യിൽ വെച്ച് പിഴിഞ്ഞ് എണ്ണയാക്കി സ്പോട്ടിൽ കാണിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ കൈയുടെ കരുത്ത് എന്തായിരിക്കും? ഇത് ഞാൻ പറഞ്ഞ് ഒരുപാട് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തോട് തന്നെ ചോദിച്ചത് എങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അദ്ദേഹത്തിന് അറിയാം ഞാൻ മജീഷ്യനാണെന്നറിയാം തീർച്ചയായിട്ടും. അപ്പോൾ അദ്ദേഹത്തിന് ഇത് പൂഴ്ത്തി വെക്കാൻ തോന്നിയില്ലായിരിക്കാം. എന്തായാലും എന്നോട് ആ രഹസ്യം പറഞ്ഞു തന്നു. അത് നിസ്സാരമായിരിക്കാമെന്ന് തോന്നുമെങ്കിലും അത് അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല. അത് നമ്മൾ ചെയ്തു നോക്കണം. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് ചാനലൊക്കെ കാണുന്ന പലതും നമ്മൾ കാണുമ്പോൾ അഭ്യാസം നമുക്ക് ചെയ്യാമെന്നങ്ങ് തോന്നും, നമ്മുടെ മനസ്സ് തോന്നിപ്പിക്കും. പക്ഷെങ്കിൽ അത് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം. നമ്മൾക്കിത് കണ്ടുകൊണ്ടിരിക്കുന്ന ഇപ്പോൾ ഒരു തട്ട് വരുമ്പോൾ ഇന്ന പ്രയോഗം ചെയ്യാമെന്ന് കാണിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലായി, ട്രിക്ക് മനസ്സിലായി, എന്താണ് അത് ശരിയാണ്. പക്ഷേ അത് പ്രയോഗത്തിൽ കൊണ്ടുവരണമെങ്കിൽ കുറച്ചേറെ കഠിനാധ്വാനം ആവശ്യമാണ്. അതുകൊണ്ടാണ് അഭ്യാസികൾ തീർച്ചയായിട്ടും അഭ്യാസം ഡെയിലി പരിശീലിക്കുന്നത്. ഒരാൾ അടിക്കാൻ വരുന്ന സമയത്ത് ഞാൻ കുറച്ച് പ്രാക്ടീസ് കുറവാണ്, 2 മാസം കഴിഞ്ഞ് വരുമെന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അങ്ങനെയുള്ള കാര്യങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണ്, നമുക്കൊന്ന് നോക്കാം. എള്ള് പിഴിഞ്ഞാൽ എണ്ണ ഉണ്ടാവുമെങ്കിൽ ഞാൻ രഹസ്യം നിങ്ങൾക്ക് ഓപ്പൺ ആക്കി തരാം. നേരെ വീഡിയോയിലേക്ക്. ഇതിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ നല്ലെണ്ണ വേണം. നല്ലെണ്ണ ഇല്ല പറ്റില്ല. പിന്നെ വളരെ ബ്യൂട്ടിഫുള്ളായൊരു സ്പോഞ്ച് വേണം. അപ്പോൾ ഇത് അദ്ദേഹം ചെയ്യുമ്പോൾ ഇത് ഉപയോഗിക്കുന്ന വേറൊരു മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്, ഞാൻ എൻ്റേതായ ഒരു മെത്തേഡിലേക്ക് കൊണ്ടുവന്നുകൊണ്ടാണ്. അപ്പോൾ ഒരിക്കലും നിങ്ങൾക്കത് ബുദ്ധിമുട്ടാവില്ല. ഓക്കെ. ഇനി വേണ്ടത് എള്ളിട്ട് വെക്കുന്ന ഒരു പാത്രം വേണം. എള്ളിട്ട് വെക്കുന്ന പാത്രം പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും, വളരെ വ്യക്തമായിട്ട് കാണാം എള്ളിട്ട് വെക്കുന്ന പാത്രം. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്ത് നോക്ക് ഒരു റൗണ്ട് ഉണ്ട്, കണ്ടോ? ഈ റൗണ്ടിന് ആനുപാതികമായിട്ടാണ് നമ്മളിത് ചെയ്തു വെച്ചിരിക്കുന്നത്. പിടിയിട്ട് ക്ലിയർ? ഇത്രയാണ് ഇതിൻ്റെ ടെക്നിക്കൽ സെറ്റിങ്സ്. ഓക്കെ. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ പിടിച്ചാൽ ഇതിനകത്ത് എന്തെങ്കിലും അറിയാമെന്ന് നോക്കിയേ, ഇത് ഹൈഡായിരിക്കും. ഏതാ? നമ്മുടെ സ്പോഞ്ച് ഹൈഡ് ചെയ്ത് ഏത് സൈഡിൽ നിന്ന് ഒരിക്കലും പിടിക്കാൻ കഴിയില്ല. വ്യക്തമായി മനസ്സിലായോ? നോക്കുക. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ സെറ്റിങ്സ്. ഇനി ഇതിൻ്റെ അവതരണ രീതി ഞാൻ പറഞ്ഞുതരാം. അപ്പം നമ്മളിതിൻ്റെ ഈ അടി വെക്കുന്ന സ്പോഞ്ചിൽ ഈ നല്ലെണ്ണ മുക്കിയിട്ട് വേണം വയ്ക്കാൻ. ക്ലിയർ? ഇത്ര ഓർത്തിരിക്കുക. പിന്നെ ഇത് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഈ സ്പോഞ്ച് കണ്ട്, സ്പോഞ്ചിനകത്താണ് എണ്ണ ഇരിക്കുന്നത്. ഇത് ആ ഉരുളിയുടെ അടിഭാഗത്താണ് വെക്കണത്. നമ്മൾ ശ്രദ്ധിക്കണം, ആദ്യം ഉരുളിക്കകത്തുനിന്ന് ഇടുമല്ലോ, ഇട്ടതിന് ശേഷം ഈ കൈ ഇങ്ങോട്ട് ഇവിടെ ആയിരിക്കും ഫോക്കസ്. അപ്പോൾ ഉരുളിയുടെ അടിയിൽ നിന്ന് ഈ സാധനം ഇങ്ങനെ എടുക്കും. ഇതുവരെ എടുക്കുമ്പോൾ നമ്മൾ കൈ കമത്തി വേണം എടുക്കുക. എടുത്തതിന് ശേഷം ഇങ്ങനെ വെച്ചിട്ട് അമർത്തുമ്പോഴാണ് എണ്ണ ഇങ്ങനെ വരുന്നത്. പിടികിട്ടിയ? എന്നിട്ട് എന്ത് ചെയ്യണം, ഇതിങ്ങനെ അകത്തോട്ട് ഇടത്തില്ല, നമ്മൾ പോക്കറ്റിനകത്തോട്ട് ഇടുമ്പോൾ അവിടെ ഒരു കർച്ചീഫ് വെച്ചേക്കണം. അപ്പോൾ ഇത് അകത്തോട്ട് ഇടുമ്പോൾ ആ കർച്ചീഫ് എടുത്ത് കൈ തുടയ്ക്കണം. അപ്പോൾ ഇത് അകത്തോട്ടും പോവുകയും ചെയ്യും, നമുക്ക് സേഫായി നിൽക്കുകയും ചെയ്യാം. ഓക്കെ. ഇത് ശരിക്കും അത്യാവശ്യം മാജിക്കൽ കൈയടക്കോടെ പഠിച്ച ഒരാളാണ് ചെയ്യുന്നതെങ്കിൽ ഇത് അവസ്ഥ അലച്ചു നോക്കിയേ, ഓരോ ഭാഗവും പിടികിട്ടില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അദ്ദേഹം വളരെ രഹസ്യമായിട്ട് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യണത്. കാരണം ഇങ്ങനെയുള്ള ട്രിക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ പല മാസ്റ്റേഴ്സും പഴയ കാലങ്ങളിൽ ലെജൻസായിട്ട് നിന്നിരുന്നെന്നുള്ളതാണ് വേറൊരു സത്യം. അപ്പോൾ എന്തായാലും ഇത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ ആരെങ്കിലും കാണിക്കാവുള്ളൂ. ഇല്ലെങ്കിൽ സ്പോഞ്ചൊക്കെ അവരുടെ കയ്യിലിരിക്കും, ഫ്ലാപ്പാവാൻ വഴിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിനായിരുന്നു? അടി ഒഴിവാക്കാനാണ്. വളരെ ബ്യൂട്ടിഫുള്ളായൊരു ട്രിക്കാണ്.
അപ്പോൾ എന്തായാലും ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് സ്റ്റുഡൻസ് പറയാറുള്ളതാണെന്ന് വെളിവിടണം എന്താണെന്നുള്ളത് ഒന്ന് മനസ്സിലാക്കണമെന്ന് പറയാറുണ്ട്. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിരുന്നില്ല. ഇന്ന് നിങ്ങൾക്ക് ആദ്യമായിട്ട് നമ്മുടെ ചാനലിലാണിത് വെളിയിലേക്ക് വിടുന്നത്. എന്തായാലും ഇതൊരു എക്സ്ട്രാ ഒരു ബോണസ് ടെക്നിക്കായിട്ട് ഇരിക്കട്ടെ. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.